ഹർഷൻ മുന്നിൽ നിന്നവൻ്റെ കരണത്ത് ആഞ്ഞടിച്ചു. നിന്നെ കൊണ്ടത് ഇതിന് പറ്റില്ലെങ്കിൽ ആദ്യമേ പറ്റില്ലെന്ന് പറഞ്ഞ് പൊയ്ക്കൂടെ? അതിനു പകരം ആത്തിയോടെ ക്യാഷ് എണ്ണി വാങ്ങി വരും, ഒരു ഉളുപ്പില്ലാതെ. ഇനി ഇതുപോലെ ഉണ്ടാവില്ല സർ. ആ പെണ്ണിടയ്ക്ക് കയറി വന്നില്ലായിരുന്നുവെങ്കിൽ തീർത്തേനെ ഞാൻ അവനെ. പിന്നെ നീ അങ്ങ് ഒരു പീക്കിരി പെണ്ണിടയ്ക്ക് കയറി പറയാൻ നാണമില്ലേ? അവൾ ഇടയ്ക്ക് വന്നില്ലെങ്കിലും നീ ഒരുപാട് മലമറിച്ചേനെ. പറഞ്ഞല്ലോ ബോസ്, പറ്റിപ്പോയി. ഇനി അങ്ങനെ ഉണ്ടാവാതെ നോക്കിക്കോളാം ഞാൻ. ഇനി നീ എന്ത് വേണമെന്ന് എനിക്കറിയാം. പിന്നെ ആ പെണ്ണിനെ കണ്ട ഇനി തിരിച്ചറിയാൻ പറ്റുമോ നിനക്ക്? രാത്രി ആയതുകൊണ്ട് ആ പെണ്ണിൻ്റെ മുഖം ശരിക്കും കാണാൻ പറ്റിയില്ല. ഇറങ്ങിപ്പോടാ പൊന്ന മോനെ. നിന്നെയൊക്കെ കൊണ്ട് എന്തിനു കൊള്ളാമെന്ന് ശവങ്ങൾ. വെറുതെ എൻ്റെ ക്യാഷ് കളയാൻ. അത്രയും അവനെ നോക്കി പറഞ്ഞ ശേഷം അവൻ ദീപകിൻ്റെ അടുത്തേക്ക് ചെന്നു. വിശാലിനൊപ്പം ഏതേലും പെണ്ണിനെ കണ്ട അവളെ വാച്ച് ചെയ്തേക്ക്. അവസരം കിട്ടി അവളെ പൊക്കിയേക്കണം. അവനുള്ള പണി അവളിലൂടെ കൊടുക്കാം, അല്ലേ? ഒരു വഷളം ചിരിയോടെ ദീപകിനെ നോക്കി ഹർഷൻ പറയുമ്പോൾ അതേ പുഞ്ചിരി ദീപകിൻ്റെ ചുണ്ടിലും നിറഞ്ഞു നിന്നു. പിന്നെ സൺഡേ ആയതുകൊണ്ട് ലീവായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മുവും മഞ്ജുവും പറഞ്ഞ പോലെ പെട്ടിയും കിടക്കയും കൊണ്ട് ഹോസ്റ്റലിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അവരെ കാത്തു മുന്നിൽ തന്നെ രുദ്രയും അപ്പവുമുണ്ട്. വാർഡൻ മരിയയുടെ അടുത്ത് വന്ന് രജിസ്റ്റർ പേരും ഡീറ്റെയിൽസും എല്ലാം നൽകിയ ശേഷമാണ് അവർ റൂമിലേക്ക് ചെന്നത്. ആ ഹോസ്റ്റലിലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള റൂമായിരുന്നു രുദ്രയുടേത്. അതുകൊണ്ട് തന്നെ 4 പേർക്ക് അത് ധാരാളമായിരുന്നു. വന്നപാടി അമ്മുവും അപ്പവും കൊണ്ടുവന്ന ഡ്രസ്സും മറ്റും അടക്കി വയ്ക്കാൻ തുടങ്ങി. അമ്മു രുദ്രയുടെ ബെഡിൽ കൂടിയതുകൊണ്ട് അവളുടെ ഡ്രസ്സെല്ലാം രുദ്രയുടെ ഷെൽഫിൽ ഒതുക്കി വെച്ചു. മഞ്ജു അപ്പുവിനോടൊപ്പം ആയതുകൊണ്ട് അവളുടെ ഡ്രസ്സ് അപ്പുവിൻ്റെ ഷെൽഫിലും നിരത്തി വെച്ചു. അതെ, എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു, അമ്മു രുദ്രയെ നോക്കി പറഞ്ഞു. എന്ത് സാധനങ്ങൾ? മേക്കപ്പ് സാധനങ്ങൾ, പിന്നെ അല്ലറ ചില്ലറ മറ്റു സാധനങ്ങൾ. അത് പിന്നെ വാങ്ങിയാൽ മതി. നീ ഇപ്പോൾ മേക്കപ്പ് ഇട്ട് എവിടെയും പോകാൻ പോണില്ലല്ലോ. നാളെ തൊട്ട് ജോലിക്ക് പോകുമല്ലേ? അത് മോള് മറന്നു. അതിന് രുദ്രയൊന്ന് ചിരിച്ചു. അതിന് നമ്മൾ അവിടുത്തെ ഓണേഴ്സല്ല, ക്ലീനിങ് സ്റ്റാഫാ. നമ്മൾ ഒരുങ്ങിപ്പോയാലും കാണാൻ ആളില്ല. ഓ, കാണാൻ ആളില്ലാത്തത് കൊണ്ടാണോ നീ ഒരുങ്ങാത്തെ? പൊടി. എനിക്കല്ലെങ്കിൽ ഈ സമയങ്ങൾ മുഖത്ത് വാരി പൂശുന്നതിനോട് പണ്ടേ ഇഷ്ടമല്ല. നീ ഒരുങ്ങുന്നില്ലെങ്കിൽ വേണ്ട. ഒരുങ്ങാൻ താല്പര്യമുള്ള ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തരുത്. അല്ല, ഇങ്ങനെ ഒരുങ്ങിയിട്ടിപ്പോൾ നിന്നെ ആര് കാണാനാ? ആരെയിലൊക്കെ കണ്ടാലോ? എടി രുദ്രേ, അപ്പു, നല്ലൊരു സൺഡേ നമ്മളായി കളയുന്നത് എന്തിനാ? എനിക്കുള്ള സാധനങ്ങൾ വാങ്ങുന്ന കൂട്ടത്തിൽ നമുക്കൊന്ന് കറങ്ങുകയും ചെയ്യാം. നാളെ തൊട്ട് ജോലിക്ക് പോയാൽ പിന്നെ ഇരിക്കാൻ പോലും ടൈം കിട്ടില്ല, അറിയാലോ അല്ലേ? അത് ശരിയാമോ നീ പറഞ്ഞേ? അപ്പു അമ്മുവിനെ നോക്കി പറഞ്ഞിട്ട് രുദ്രയെ നോക്കി പറഞ്ഞു. അവൾ പറഞ്ഞ പോലെ ചെറിയ ഷോപ്പിംഗ് നടത്തി ഒന്ന് കറങ്ങിയിട്ട് വരാടി. അപ്പോൾ നമ്മുടെ മൈൻഡ് തന്നെ മാറും. ഞാൻ വരാം. പക്ഷേ അവിടെ പോയിട്ട് നേരത്തെ തിരിച്ചു വരാൻ ഈ ഉത്സാഹം നീയൊക്കെ കാണിച്ചില്ലെങ്കിൽ ആണ് ഇരിക്കുന്നത്. അതിന് എൻ്റെ പൊന്നുമോൾ പേടിക്കണ്ട. പോയിട്ട് നേരത്തെ തന്നെ തിരിച്ചു വരാം, പോരെ? എങ്കിൽ ഓക്കെ. ബദ്രി വീട്ടിലേക്ക് വരുമ്പോൾ ഹാളിൽ തന്നെ വിജയദേവും രാഘവേന്ദ്രനും കല്യാണിയും ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ ആരെയും ഒന്ന് നോക്കാതെ അവൻ മുകളിലേക്ക് കയറി ചെന്നു. കണ്ടോ, ഇവിടെ ഞങ്ങൾ ഇരുന്നിട്ടും അവൻ കണ്ട ഭാവം നടിക്കാതെ പോകുന്നത്. കല്യാണി ബദ്രി പോയ വഴിയെ നോക്കി അമർഷത്തോടെ പറഞ്ഞതും അത് കേട്ടുകൊണ്ടാണ് വിജയലക്ഷ്മിയും വൈശാലിയും അങ്ങോട്ട് വന്നത്. നിന്റെ നാവ് നേരെ ഇരിക്കില്ലെന്ന് അവനറിയാം, അതാ പോയത്. വിജയലക്ഷ്മി കല്യാണിയെ നോക്കി പറഞ്ഞു. അല്ലെങ്കിലും അവനെ പറഞ്ഞ പലർക്കും പിടിക്കില്ലല്ലോ. ഇല്ല, അറിയാമെങ്കിൽ പിന്നെ വായും വെച്ച് മിണ്ടാതിരുന്നൂടെ? വൈശാലി അവരെ നോക്കി പുച്ഛത്തിലും പറഞ്ഞു. ഞാനൊന്നും പറയുന്നില്ല, പോരെ? അല്ലെങ്കിലും ഞാൻ വല്ലതും പറഞ്ഞാലല്ലേ കുഴപ്പം? അവനെന്തും കാണിക്കാലോ. ഈ ചെറിയമ്മ എന്തിൻ്റെ കേടാ? എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാ. ഏട്ടൻ വന്ന് കയറിയപ്പോൾ ഒന്ന് നോക്കാതെ പോയെന്നാണോ? അഥവാ ഏട്ടൻ നോക്കിയാൽ തന്നെ ചെറിയമ്മയ്ക്ക് ഏട്ടനെ കുറ്റം പറയാൻ പറ്റുന്ന ഓരോ അവസരവും കളയലില്ലല്ലോ. അപ്പോൾ അവിടെയും എന്തേലും കുറ്റം കണ്ടുപിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഏട്ടനെ എപ്പോഴും കുറ്റം പറയുന്ന കൂട്ടത്തിൽ ചെറിയമ്മ ഒന്നോർത്താൽ നല്ലത്. ഏട്ടൻ്റെ ഔദാര്യത്തിലായി ഇവിടെയെല്ലാം കഴിയുന്നതെന്ന് ഓർമ്മ വേണം. കണ്ടോ കണ്ടോ, ഈ നരുന്ത് പോലിരിക്കുന്ന പെണ്ണ് അവന് വേണ്ടി എന്നോട് കണക്ക് പറയുന്നത് കണ്ടോ? അതിനർത്ഥം ഞാനും എൻ്റെ ഭർത്താവ് ഇവിടെ ഒരു അധികം പറ്റാണെന്നല്ലേ പറഞ്ഞേ? അത്രയും പറഞ്ഞവർ രാഘവേന്ദ്രവർമ്മയെയും വിജയലക്ഷ്മിയെയും ഒന്ന് നോക്കിയിട്ട് കരയാൻ തുടങ്ങി. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. പിന്നെ ചെറിയമ്മയ്ക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഞാനായി തിരുത്താൻ നിൽക്കുന്നില്ല. അത്രയും നേരം മൗനമായിരുന്ന രാഘവേന്ദ്രൻ ദേഷ്യത്തിൽ എണീറ്റ് വൈശാലിയുടെ അടുത്തേക്ക് വന്നു. വൈഷു, ഒരുപാടാവുന്നു നിന്റെ സംസാരം. മുതിർന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? ഇതും അവൻ പറഞ്ഞു തന്നതാണോ ഇങ്ങനെ സംസാരിക്കണമെന്ന്?
എനിക്കാരും പറഞ്ഞു തന്നതല്ല ഇങ്ങനെ സംസാരിക്കാൻ. പിന്നെ ഞാനായി പറഞ്ഞതാണോ അച്ഛ? അല്ലല്ലോ, ചെറിയമ്മയായി ചോദിച്ചു വാങ്ങിയതല്ലേ. ചെറിയമ്മയ്ക്കറിയാം എൻ്റെ മുന്നേ വെച്ച് ഏട്ടനെ പറഞ്ഞ എനിക്ക് സഹിക്കില്ലെന്ന്. ചുമ്മാ എപ്പോഴും എന്തിനാ ഏട്ടനെ കുറ്റം പറയുന്നത്? അതിനെന്ത് അധികാരമായി ഇവർക്കുള്ളേ? ഏട്ടൻ്റെ നിഴൽ വെട്ടാൽ ഇവരുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് പറഞ്ഞ് ഹോസ്റ്റലിലാക്കി. എന്നിട്ടോ അവരുടെ എല്ലാ ചിലവും നോക്കുന്നത് ഏട്ടൻ. അതിനിവർക്ക് കുഴപ്പമില്ല. പക്ഷെ ഏട്ടനെ കുറ്റപ്പെടുത്താൻ കിട്ടുന്ന ഒരവസരവും ഇവർ കളയില്ല. വൈഷു നിന്നോടാ പറഞ്ഞ് സംസാരം നിർത്താൻ. അയാൾ ദേഷ്യത്തോടെ അവളെ നോക്കി അലറി. വേണ്ട ഏട്ടാ, അവൾ പറയട്ടെ, ഞാനത് കേൾക്കണം. സ്വന്തം മോളെ പോലെ കരുതിയ ഏട്ടൻ്റെയും ഏട്ടത്തിയെയും മോളെ തന്നെ എന്നെ വീണ്ടും അവർ കരയുന്നതായി ഭാവിച്ചുകൊണ്ട് പറഞ്ഞു. ഒരുപാടങ്ങ് കരയല്ലേ ചെറിയമ്മേ. നിങ്ങളുടെ ഈ കള്ളക്കണ്ണീര് അത് ഇവിടെ ചിലവാവില്ല. അവരെ നോക്കി വൈശാലി പുച്ഛത്തോടെ പറഞ്ഞതും രാഘവേന്ദ്രയുടെ കരങ്ങൾ അവരുടെ കരണത്ത് പതിഞ്ഞിരുന്നു. കുറേ നേരമായി പറയുന്നു നിന്നോട് വേണ്ട വേണ്ടാന്ന്. ഒരുപാട് എല്ലാവരും കൂടെ ലാളിച്ച് വഷളാക്കിക്കൊണ്ട പെണ്ണിനിങ്ങനെ. ഇനി മേലിൽ ഈ വീട്ടിൽ നിന്റെ ശബ്ദമുയർന്ന നിന്നെ ഞാൻ ഹോസ്റ്റലിലേക്ക് പറഞ്ഞു വിടും, ഓർത്തോ. വൈശാലി പിന്നെ ആരെയും നോക്കാതെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും അകത്തേക്ക് പോയിരുന്നു. അപ്പോഴേക്കും വിജയലക്ഷ്മി അയാളുടെ അടുത്തേക്ക് വന്നു നിന്നു. ഈ നിമിഷം കല്യാണി മുഖത്ത് ഒരു വിജയച്ചിരി ഉണ്ടായിരുന്നു. ഏട്ടൻ എന്നാലും അവളെ തല്ലേണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിലും നമ്മുടെ മോളല്ലേ, പറഞ്ഞു മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. മിണ്ടരുത് നീ ഒറ്റ ഒരുത്തിയാ അവളെ ഇങ്ങനെ ആക്കിയേ. അതെങ്ങനെ? മക്കളേക്കാൾ പ്രിയം നിനക്ക് അവളോടാണല്ലോ. ഏട്ടൻ എന്തൊക്കെയാ പറയുന്നേ? ബദ്രിയും നമ്മുടെ മോനെ പോലെയല്ലേ? അല്ല, മോൻ തന്നെയല്ലേ? അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. നിന്റെ ഏട്ടൻ്റെ മോനെ നിനക്ക് തള്ളിക്കളയാൻ കഴിയില്ലായിരിക്കും. പക്ഷേ എനിക്ക് അവനേക്കാൾ വലുത് എൻ്റെ മക്കളാ. ഒരുത്തൻ ഹോസ്പിറ്റൽ കിടക്കുന്ന കാര്യം മറന്നു പോയോ നീ? അവനെ നോക്കണ്ട, അമ്മ ഇവിടെ വന്ന് നിൽക്കുന്നു. ഇത്രയും നാൾ അവനിപ്പോൾ ഞാൻ തന്നെയായിരുന്നേ. മക്കളെ ഇഷ്ടമെന്ന് പറയുന്ന ഈ അച്ഛനെവിടെയായിരുന്നു? ആക്സിഡൻറ്റ് നടന്നു എന്ന് പറഞ്ഞ് അന്ന് വന്നതല്ലാതെ പിന്നെ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. കുറച്ചു മുന്നേ പറഞ്ഞല്ലോ മക്കളെ കളഞ്ഞ് ഞാൻ എൻ്റെ ഏട്ടൻ്റെ മോനെ നോക്കിയെന്ന്. ആ പറഞ്ഞവനെ ഉണ്ടായിരുന്നുള്ളൂ എല്ലാ കാര്യത്തിനും ഹോസ്പിറ്റലിൽ. ഇപ്പോഴും അങ്ങനെ തന്നെ. ഏട്ടൻ്റെ ചെവിയിൽ കുറ്റം പറഞ്ഞു തരുന്ന ഇവള് പോലും നമ്മുടെ മോനെ നോക്കി വന്നിട്ടില്ല. എൻ്റെ ബദ്രിയൊന്നും അവിടെ വന്ന് അവനെ കണ്ടിട്ടേ വീട്ടിൽ പോലും വരൂ. അതുകൊണ്ട് തന്നെ പ്രസവിച്ച എന്നേക്കാളും അവരുടെ ഈ അച്ഛനേക്കാളും നമ്മുടെ 2 മക്കൾക്കും ഇഷ്ടം അവനെയാ, എൻ്റെ മോൻ ബദ്രിയെ. പിന്നെ ഇത്രയും ദിവസവും അവനൊപ്പം ഇരുന്ന് എന്നോടൊന്ന് വീട്ടിൽ പൊയ്ക്കോളാൻ അച്ഛനും അമ്മയുമാ പറഞ്ഞേ. ഇന്നത്തെ ദിവസം അവനൊപ്പം അവർ ഇരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ആരേനും വല്ലതും പറയുന്നു കേട്ടിട്ട് ഏട്ടൻ അതിനൊത്ത് സംസാരിക്കാൻ നിൽക്കരുത്. എനിക്കത്രയേ പറയാനുള്ളൂ. അവൻ്റെ കൃപ കൊണ്ട് എല്ലാവരും ഇവിടെ നിൽക്കുന്നത് എന്ന് ഓർമ്മ വേണം. ഒരുപാടായി അവൻ്റെ കൃപയിലും ജീവിക്കുന്നു എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് ഇനിയും അവൻ്റെ ആശ്രയത്തിനായി ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് വയ്യ. ഞങ്ങളുടെ കമ്പനി എന്ന് പറയുന്നത് പോലും അവൻ്റെ പേരിലാണ്. അതുകൊണ്ട് അതെല്ലാം എത്രയും വേഗം വേണം ഞങ്ങളുടെ പേരിൽ. മക്കളൊക്കെ വളർന്നു. ഇനിയും ഓരോ ആവശ്യത്തിന് അവൻ്റെ മുൻപിൽ തലകുമ്പിട്ട് നിൽക്കേണ്ട യാതൊരു ആവശ്യവും ഞങ്ങൾക്കില്ല. അത്രയും പറഞ്ഞ് അയാൾ പോകുമ്പോൾ അയാൾക്ക് പിന്നാലെ തന്നെ വിജയദേവും ഭാര്യ കല്യാണിയും പോയിരുന്നു. വിജയലക്ഷ്മി അപ്പോൾ ആകെ മരവിച്ച അവസ്ഥയിലായിരുന്നു. പിന്നിൽ ആരുടെയോ സാമീപ്യം അറിഞ്ഞതും ബദ്രി തിരിഞ്ഞു നോക്കി. അമ്മയെപ്പോൾ വന്നു? ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ചു മുന്നേ വന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് ആരാ ഉള്ളേ? അമ്മയും അച്ഛനും. അതാണ് വന്നപ്പോൾ മുത്തശ്ശനെയും മുത്തശ്ശിയെയും കാണാത്തത്. അവർ അതിനൊന്ന് ചിരിച്ചു. ബദ്രിയോടെന്നും സന്തോഷത്തോടെ സംസാരിക്കുന്ന അവരുടെ മുഖമിന്ന് മൗനത്താൽ വിങ്ങുന്നതറിഞ്ഞതും അവൻ അവർക്കടുത്തേക്ക് ചെന്നു നിന്നു. അല്ല, ഇന്നെന്ത് പറ്റി? ഒരു സന്തോഷമില്ലാത്ത പോലെ. വിജയലക്ഷ്മി അവനെ നോക്കി. ആരും നിന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. എൻ്റെ മോൻ്റെ നന്മ എന്താരും കാണാതെ പോകുന്നത്. അതിന് മാത്രം ഇവിടെ ഇപ്പം എന്താ ഉണ്ടായേ? എൻ്റെ ഏട്ടനൊന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ, നിന്നെ തനിച്ചാക്കി ആരും എങ്ങോട്ടും പോകരുതെന്ന്. എപ്പോഴും കൂടെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാ. മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതൊക്കെ പോലും അത് ഭാഗിച്ചു നൽകാതെ നിന്റെ പേരിൽ തന്നെ ആക്കി വെച്ചത്. ഇപ്പോൾ എല്ലാം കൈവിട്ട് പോകും പോലെ തോന്നുവാ എനിക്ക്. ബദ്രി അവരെ ഒന്ന് നോക്കി. അവരെന്താണ് പറഞ്ഞു വരുന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമായതും അവൻ അവരെ പിടിച്ച് ആ ബെഡിലേക്ക് ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, ആദ്യമൊന്നും മനസ്സിലാകാവുന്ന അന്നത്തെ കാലമല്ലെന്ന്. പിന്നെ അത് ആഗ്രഹിച്ച് എൻ്റെ അച്ഛനിന്ന് ജീവനോടെ ഇല്ല. മുത്തശ്ശനും മുത്തശ്ശിക്കും ആരോടൊന്നും പറയാനാവില്ല. കാരണം ഈ വീട്ടിൽ പലരും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും വാക്കിന് പോലും വില കൊടുക്കാറില്ല. എന്നെ പേടിച്ച് എന്നിലെ ദേഷ്യം അതറിയാവുന്നത് കൊണ്ട് മാത്രമാണ് പലരും ഒന്നും പറയാതെ ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ പണ്ടേ അവർക്ക് അവകാശപ്പെട്ടത് വാങ്ങി പോയേനെ. ഇനിയും ആരെയും ഇവിടെ പിടിച്ചിടുന്നത് കൊണ്ട് അർത്ഥമില്ല. പോകുന്നവർക്ക് പോകാം, ഞാനായി തടയില്ല.
അഥവാ തടഞ്ഞാൽ അവർക്കൊക്കെ ഇപ്പോൾ എന്നിലുള്ള അകലം കുറച്ചുകൂടെ കൂടും. രാഘവങ്കിൽ തന്നെ എന്നോട് മിണ്ടിയിട്ട് കുറേ കാലമായി. ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ മാത്രം ഒന്നോ രണ്ടോ വാക്കിൽ കവിഞ്ഞ് ഒന്നും മിണ്ടാറില്ല. അതുകൊണ്ട് ഞാനും തീരുമാനിച്ചതാ അവർക്കൊക്കെ അവകാശപ്പെട്ടത് കൊടുക്കാൻ. ഇല്ലെങ്കിൽ എനിക്ക് ഈ അമ്മയെയും അനിയനെയും അനിയത്തിയെയും കൂടെ നഷ്ടമായെന്ന് വരും. അത്രയും പറയുമ്പോൾ തന്നെ ബദ്രിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അത് കണ്ടതും വിജയലക്ഷ്മി അവൻ്റെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു, ആരൊക്കെ നിന്നെ ഇട്ടേച്ചു പോയാലും ഞാനും എൻ്റെ മക്കളും നിന്നെ വിട്ടു പോകില്ല. കാരണം ഞാൻ എൻ്റെ ഏട്ടനും ഏട്ടത്തിക്കും കൊടുത്ത വാക്കാണ്, നിന്നെ ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ഞാൻ ഉപേക്ഷിക്കില്ലെന്ന്. അത്രയും പറഞ്ഞ് അവനെ ചേർത്ത് പിടിച്ച് കരയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞോണ്ട് തന്നെയായിരുന്നു. നമ്മളിപ്പോൾ വന്നെന്ന് വല്ല ബോധവും ഉണ്ടോ നിനക്ക്? രുദ്രദേശത്തിൽ അപ്പുവിനെയും അമ്മുവിനെയും മഞ്ജുവിനെയും നോക്കി പറഞ്ഞു. ഇപ്പം കഴിയും, നീ ഒന്ന് സമാധാനിക്ക്. മുന്നിലിരിക്കുന്ന പല വർണ്ണത്തിലുള്ള വളകളിൽ തഴുകിക്കൊണ്ട് അപ്പു പറഞ്ഞു. നിൻ്റെയൊക്കെ കൂടെ ഇറങ്ങി എന്നെ വേണം തള്ളാൻ. എൻ്റെ രുദ്രേ, ഒന്ന് വെയിറ്റ് ചെയ്യടി, ഇപ്പം കഴിയും. അവരിങ്ങനെ എല്ലാം കൂടെ മുന്നിലിട്ടേക്കുമ്പോൾ ഏത് വേണമെന്ന കൺഫ്യൂഷൻ അതാ, അല്ലാതെ നമ്മളായി അത് ലേറ്റാവുന്നതല്ല. മഞ്ജു മുഖത്ത് സങ്കടം വരുത്തി അത് പറയുമ്പോൾ അതിനെ അനുകൂലിച്ച് അപ്പവും അമ്മവും അതുപോലെ തലയാട്ടി. ഒരു 5 മിനിറ്റ് കൂടെ നോക്കാം, ഞാൻ അതിനു മുന്നേ വാങ്ങിയിട്ട് വന്നില്ലെങ്കിൽ ഞാനങ്ങ് പോകും. അത് കേട്ടതും എല്ലാവരും സീരിയസ് ആയി നിന്നു. എല്ലാം വാങ്ങി വന്ന് റോഡിലേക്ക് ഇറങ്ങാനും മുന്നിലായി ഗ്ലോറിയും നിരഞ്ജനയും അവർക്ക് തടസ്സമായി വന്നു നിന്നു. ഞാൻ കരുതി നിന്നെയൊക്കെ അവിടെ നിന്ന് അന്ന് അടിച്ചിറക്കിയത് സങ്കടത്തിൽ നടക്കുന്നെന്ന്. ഇതിപ്പോൾ അന്നത്തേക്കാളൊക്കെ സന്തോഷത്തിലാണല്ലോ രണ്ടും. എന്നാൽ അവരോടൊന്നും മിണ്ടാതെ പോകാൻ പോയ രുദ്രയുടെ കയ്യിൽ ഗ്ലോറി പിടിമുറുക്കി. ഗ്ലോറി, വിട്ടേ കയ്യിന്ന്, നിന്നോട് വഴക്കിന് ഞങ്ങളില്ല. എന്നാൽ ഇതൊക്കെ കണ്ട് ഒന്നും മനസ്സിലാവാതെ അമ്മുവും മഞ്ജുവും അപ്പുവിൻ്റെ അടുത്ത് വന്ന് അവൾക്ക് കേൾക്കാൻ പാകത്തിന് ചോദിച്ചു, ഇവളേതാ? ഇവളെന്തിനാ രുദ്രയുടെ കയ്യിൽ പിടിച്ചേ? ഞാനന്ന് പറഞ്ഞില്ലേ ഒരു ഗ്ലോറി, നിരഞ്ജന, അവരാ ഈ നിൽക്കുന്ന രണ്ടും. ഓ, ഇവളുമാരായിരുന്നു അത്. അത്രയും പറഞ്ഞ് അവർ അവളെ നോക്കി. ഈ സമയം രുദ്ര, ഗ്ലോറി വിട്ടേ നീ, എനിക്ക് വേദനിക്കുന്നു. നിനക്ക് വേദനിക്കണം. ഞങ്ങൾ എപ്പോൾ കണ്ടാലും നിന്റെ മുഖത്ത് കുറച്ച് മുന്നേ കണ്ട സന്തോഷമല്ല വേണ്ടത്, ഇതുപോലത്തെ വേദനയാ വേണ്ടേ. അതിനു വേണ്ടിയിട്ടാ അന്ന് അമലയുടെ മാലയെടുത്ത് ഞങ്ങൾ നിന്റെ ബാഗിലിട്ടതുപോലും. അത് കേട്ടതും അപ്പു ദേഷ്യത്തിൽ അവൾക്കടുത്തേക്ക് പാഞ്ഞു വന്നു. എടി പന്ന മോളെ, എനിക്കന്നേ സംശയം ഉണ്ടായിരുന്നു, നീ ആയിരിക്കും ആ പന്ന വേല കാണിച്ചെന്ന്. ഇത്രയൊക്കെ ചെയ്തിട്ടും വീണ്ടും ഞങ്ങളുടെ മുന്നിൽ വരാൻ നിനക്ക് ധൈര്യമോ? അത്രയും പറഞ്ഞ് ഗ്ലോറിയുടെ കരം രുദ്രയിൽ നിന്നും ദേഷ്യത്തിൽ എടുത്തു മാറ്റിക്കൊണ്ട് അവളെ പിന്നിലേക്ക് തള്ളി. ഇനി നീ വീണ്ടും ഓരോ വേലത്രം കൊണ്ട് വന്നാലുണ്ടല്ലോ, പിന്നെ നിന്റെ അവസാനം ആയിരിക്കും. പേടിപ്പിക്കുവാണോ നീ? എങ്കിൽ ഞാൻ പേടിച്ചു പോരെ? അത്രയും പറഞ്ഞ് നിരഞ്ജനയെ നോക്കി ചിരിക്കാനും ഗ്ലോറിയെ മറന്നില്ല. എത്രയൊക്കെ കിട്ടിയാലും ഇവളൊക്കെ തോലിക്കട്ടി അപാരം തന്നെയാ ഗ്ലോറി, നിരഞ്ജന ഗ്ലോറിയെ നോക്കി പറഞ്ഞു. അത് പിന്നെ പറയാനുണ്ടോ? ഗ്ലോറി പ്ലീസ്, നിങ്ങളോട് വഴക്കിനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങളുടെ വഴിയിൽ വെറുതെ എന്തിനാ ശല്യത്തിന് വരുന്നേ? എൻ്റെ രുദ്രേ, ഇവൾമാരോട് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. മനസ്സിലാവാൻ തലക്കകത്ത് വല്ലതും വേണം. അമ്മ അങ്ങോട്ട് വന്ന് പറഞ്ഞതും ഗ്ലോറിയെയും നിരഞ്ജനയും അവളെ ഒന്ന് നോക്കി. ഇതൊക്കെ പറയാൻ നീ ആരാ? ഞാൻ ആരായാലും നിനക്കെന്താ? മേലിൽ രുദ്രയെ ശല്യം ചെയ്താലുണ്ടല്ലോ. ചെയ്ത എന്ത് ചെയ്യും നീ? അത് പറഞ്ഞു തീർന്നില്ല. അതിനു മുന്നേ ഗ്ലോറിയുടെ കരണത്തടി വീണിരുന്നു. ഗ്ലോറിക്കാണ് അടി കിട്ടിയതെങ്കിലും നിരഞ്ജനയും അറിയാതെ കവളിൽ കൈവച്ചു. നീ എന്നെ തല്ലി അല്ലടി പൊന്ന മോളെ എന്ന് പറഞ്ഞ് ഗ്ലോറി അവൾക്ക് നേരെ ചീറിയതും അടുത്തടിയുടെ അതേ കവളിൽ വീണിരുന്നു. എന്നാൽ ഇത് കണ്ടു നിന്ന അപ്പവും മഞ്ജുവും ചിരി വിരിഞ്ഞെങ്കിലും രുദ്രയ്ക്ക് അങ്ങനെ ആയിരുന്നില്ല. തങ്ങൾ കാരണം അമ്മവും ഗ്ലോറിയുടെ ശത്രുവായല്ലോ എന്നായിരുന്നു. അമ്മ നിരഞ്ജനെ നോക്കി നിൽക്കുമ്പോൾ അവൾക്കായി കവളിൽ പൊത്തി നിൽക്കുവാണ്. അല്ല, ഞാൻ തല്ലിയത് അവളെയല്ലേ, പിന്നെ നീ എന്തിനാ കവളിൽ പിടിച്ചേ? അത് നിരഞ്ജനെ നോക്കി ചോദിക്കുമ്പോൾ അവൾ 2 അടി പിറകിലേക്ക് നീങ്ങി. എടി ഗ്ലോറി, ഇനി നിന്റെ ഉടായ്പ വേലയും കൊണ്ട് വന്നാ ഇപ്പം തന്നത് വെറും സാമ്പിൾ, ഇനി തരുന്നതാവും വെടിക്കെട്ട്. അതുകൊണ്ട് ഇനി ഞങ്ങളുടെ മുന്നിൽ നിന്നെയും ഇവളെയും കാണാൻ പാടില്ല. അങ്ങനെ വന്നറിയാലോ അല്ലേ? എനിക്ക് നിന്നെ പോലെ അത് ചെയ്തും ഇത് ചെയ്യുമെന്ന് ആദ്യമേ പറഞ്ഞു ശീലമല്ല, പ്രവർത്തിച്ച ശീലം. ഗ്ലോറി നോക്കുമ്പോൾ പലരും അവരെ തന്നെ നോക്കി നിൽക്കുന്നു. അവൾ രുദ്രയെയും അമ്മുവിനെയും അപ്പുവിനെയും ഒക്കെ ദേഷ്യത്തിൽ നോക്കി. നിരഞ്ജനയെയും വിളിച്ചൊന്നും മിണ്ടാതെ പോകുമ്പോൾ അവിടെ കിടന്ന കല്ലെടുത്ത് നിരഞ്ജനയുടെ കുറുകിൽ ഒറ്റയേറ്. എന്നിട്ട് അവരെല്ലാവരെയും വലിച്ചടുത്തുള്ള കടയുടെ മറവിലേക്ക് നിന്നു അവരെ നോക്കി. നിരഞ്ജന അമ്മയെന്ന് വിളിച്ച് പിന്നിൽ നോക്കുമ്പോൾ അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. എന്താടി, എന്നെ ആരോ എറിഞ്ഞടി? കോപ്പ്, ആകെ കലിയിളകി നിൽക്കുവാൻ ഞാൻ.
മര്യാദയ്ക്ക് വേഷം കെട്ടിറക്കാതെ വരുന്നുണ്ടോ നീ? ഒന്നുകൂടെ തിരിഞ്ഞു നോക്കിയ ശേഷം നിരഞ്ജനൻ ഗ്ലോറിക്കൊപ്പം നടന്നു. അത് കണ്ട് അമ്മ ചിരിക്കാൻ തുടങ്ങി. അമ്മ വീണ്ടും നിലത്ത് നോക്കുമ്പോൾ ചെറിയൊരു കരിങ്കല്ല് അതവൾ കയ്യിലെടുത്തു. ഇപ്പോൾ തന്നെ ഒരുപാടായി അമ്മു, ഇനി വേണ്ട, ആ കല്ല് താഴെയിട്ടേ, രുദ്ര അവളുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു. ഇല്ല, മറ്റവൾക്ക് കൂടെ ഒരു ഏറ് കൊടുക്കാതെ ഇത് കളിയില്ല. വേണ്ട, മതി. വേണം, പക്ഷേ ഈ പ്രാവശ്യം ആ ഗ്ലോറിയെ നീ എറിയണം, ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും അവളുമാരെ എറിയും. അവൾ പറഞ്ഞ പോലെ ചെയ്യുന്നവളാ. രുദ്ര അതുകൊണ്ട് കേൾക്കുന്നതാ നിന്നെ നല്ലത്. മഞ്ജു രുദ്രയെ നോക്കി പറഞ്ഞു. നീ എറിയുന്നോ? ഞാൻ തന്നെ വീണ്ടും വീണ്ടും എറിയണോ? വേണ്ട, ഞാൻ തന്നെ എറിഞ്ഞോളാം. പക്ഷേ ഇതിൽ നിർത്തിക്കോണം. പക്ഷേ എറിയുമ്പോൾ അവൾക്കിട്ട് തന്നെ കൊള്ളണം, ഇല്ലെങ്കിലാണ് ഉള്ളത്. രുദ്ര അമ്മുവിൻ്റെ കയ്യിൽ നിന്നും കല്ല് വാങ്ങി മനസ്സോടെ കണ്ണടച്ചൊറ്റയേറായിരുന്നു. എന്നാൽ അത് കറക്റ്റായി തന്നെ പ്രണവിനോടൊപ്പം കുറച്ച് മാറി നിന്ന ബദ്രിയുടെ നെറ്റിയിൽ കൊണ്ടു. ബദ്രി നെറ്റിയിൽ കൈവച്ചതും ചോര അവന് നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട അമ്മു അയ്യോ എന്ന് വിളിച്ചോടിയതും രുദ്ര ഒഴിച്ച് ബാക്കി രണ്ടും അവൾക്ക് പിന്നാലെ ഓടി. രുദ്ര കണ്ണുയർത്തി മുന്നിൽ നോക്കുമ്പോൾ നെറ്റി പൊട്ടി ചോര വരുന്ന ബദ്രിയാണ് കണ്ടത്. ബദ്രി കണ്ണുകൾ കൊണ്ട് മുന്നിലേക്ക് നോക്കാനാഞ്ഞതും അതിനു മുന്നേ അവിടെ നിന്ന് അവളെയും വലച്ചുകൊണ്ട് അമ്മുവും അപ്പുവും മഞ്ജുവും കൂടി കിട്ടിയ ഒരു ഓട്ടോയിൽ കയറി പോയിരുന്നു. അപ്പോഴും നെറ്റി പൊട്ടി ചോര ഒലിച്ചു നിൽക്കുന്ന ബദ്രിയുടെ മുഖമായിരുന്നു രുദ്രയുടെ മനസ്സിൽ.